നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴത്തൊലി വലിച്ചെറിയല്ലേ, ഗുണങ്ങളറിഞ്ഞാൽ 10,000 ലാഭിക്കാം. നമ്മൾ സാധാരണ ഒരു പഴം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ വലിച്ചെറിയും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിൽ പശുവോ കോഴിയോ എല്ലാം ഉണ്ടെങ്കിൽ അതിന് കൊടുക്കും. അതിൽ കൂടുതലും നമ്മൾ ചെയ്യത്തില്ല. പക്ഷേ ഇനി പഴത്തൊലി കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് കളയരുത്. അത്രയേറെ ഗുണങ്ങളുണ്ട്. കൊടുത്താലും ക്യാഷ് കിട്ടുന്ന ഒരു അവസ്ഥയിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടിപ്പോകും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇപ്പോൾ വാഴക്കുലകൾക്കൊക്കെ വില കുറവാണ്. അപ്പോൾ കർഷകർ വളരെയേറെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കർഷകർക്ക് എന്തുകൊണ്ടും സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണിത്. പഴം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തൊലി വലിച്ചെറിയുന്നവരാണ് നമ്മൾ. എന്നാൽ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും പഴത്തൊലി നിങ്ങൾ വലിച്ചെറിയുകയില്ല. കൊതുക് ശല്യം കുറയ്ക്കുന്നതിനും ചർമ്മ സംരക്ഷണത്തിനുമെല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട്. പണം മുടക്കി നിങ്ങൾ വാങ്ങുന്ന ക്രീമുകൾക്ക് പകരക്കാരനായി പഴത്തൊലി ഉപയോഗിക്കാം. വാഴപ്പഴത്തിൻ്റെ തൊലിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. കൂടാതെ കൊതുക് കടിയേറ്റ ഭാഗത്ത് പഴത്തൊലിയുടെ ഉൾഭാഗം നേരിട്ട് ഉരസുന്നത് വളരെ നല്ലതാണ്. കൊതുകിൻ്റെ ഉമിനീരിലെ പ്രോട്ടീനുകളെ നശിപ്പിക്കാൻ ഇതിലെ പ്രകൃതിദത്ത എൻസൈമുകൾക്ക് സാധിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത് ചൊറിച്ചിലും ചുവന്ന തടുപ്പും പെട്ടെന്ന് മാറ്റുന്നു. പഴത്തൊലി നന്നായി ഉടച്ച് അതിൽ അല്പം ഗ്ലിസറിനോ റോസ് വാട്ടറോ ചേർത്ത് ചുവന്ന തടുപ്പിൽ പുരട്ടുക. ചർമ്മത്തിന് മാത്രമല്ല, പല്ലിൻ്റെ തിളക്കത്തിനും പഴത്തൊലി വളരെ നല്ലതാണ്. പഴത്തൊലിയിലെ പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ പല്ലിലെ മഞ്ഞക്കറ നീക്കാൻ സഹായിക്കുന്നു. ദിവസവും പഴത്തൊലിയുടെ ഉൾഭാഗം പല്ലിൽ ഉരസുക. ഏകദേശം 3 മിനിറ്റോളം ഇങ്ങനെ ചെയ്യണം. ഇത് പല്ലിന് വെളുത്ത നിറം നൽകാൻ സഹായിക്കും. ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളും പഴത്തൊലിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് മുഖക്കുരു കുറയ്ക്കാനും വീക്കം മാറ്റാനും സഹായിക്കുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു. അപ്പോൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ പഴത്തൊലി നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നതാണ്. കാരണം നമ്മൾ ടാപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ടാപ്പിങ് നടക്കുന്ന സമയത്തായാലും ഇതേപോലെ ഭയങ്കര കൊതുകടിയാണ്. അപ്പോൾ 1-2 പഴത്തൊലി ഇതേപോലെ നമ്മുടെ പോക്കറ്റിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആ കൊതുകടിക്കുന്ന സമയത്തായാലും നമുക്ക് ഇതേപോലെ ഒന്ന് പെട്ടെന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊതുകിൻ്റെ ചൊറിച്ചിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു മാർഗ്ഗം തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ മറ്റോടെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.